ദൈവനാമത്തിന് മഹത്വം. ഈ ആഴ്ചയിലും വചന പഠനത്തിനായി നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ഒരുങ്ങാം. ഇന്നത്തെ പ്രമേയം വെയിറ്റിംഗ് പ്രയർഫുൾ ഫോർ ദ കമ്മിങ് ഓഫ് ദ ലോഡ്. വെയിറ്റിംഗ് പ്രയർഫുൾ ഫോർ ദ കമ്മിങ് ഓഫ് ദ ലോഡ്. ഈ വചന പഠനത്തിൻ്റെ കുറിപ്പ് വാട്സപ്പ്, ടെലഗ്രാം ഗ്രൂപ്പുകളിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അതിൽ സന്ദർശിക്കുകയും ആ PDF നിങ്ങൾ സ്വന്തമാക്കുകയും ചെയ്യുക. വചന പഠനത്തിന് അതൊരു പരിധിവരെ സഹായകമാകും. വെയിറ്റിംഗ് പ്രയർഫുൾ ഫോർ ദ കമ്മിങ് ഓഫ് ദ ലോഡ്. ക്രിസ്തുവിൻ്റെ വരവിനായി പ്രാർത്ഥനാപൂർവമുള്ള കാത്തിരിപ്പ്. ഒരു പുതിയ നിയമ ദൈവശാസ്ത്രജ്ഞനാണ് ND റൈറ്റ്. അദ്ദേഹം പറയുന്നത്, യേശുവിൻ്റെ വരവ് ഒരിക്കലും ഒരു ഭാവി സംഭവമായി മാത്രം നമ്മൾ കാണരുത്. പിന്നെയോ യേശുവിൻ്റെ വരവിനെ ഒരു വർത്തമാനകാല യാഥാർത്ഥ്യമായി പരിഗണിക്കാൻ നമുക്ക് കഴിയണം. കാരണം അങ്ങനെ പരിഗണിക്കുമ്പോൾ നമ്മുടെ ജീവിതം ഷെയ്പ്പായി മാറും. അപ്പോൾ എൻ്റെ ജീവിതത്തെ ഷാർപ്പും ഷെയ്പ്പുമാക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ചിന്തയിലേക്കാണ് ഇന്ന് ഞാനും നിങ്ങളും പ്രാർത്ഥനയോടുകൂടെ പ്രവേശിക്കുന്നത്. വെയിറ്റിംഗ് പ്രയർഫുൾ ഫോർ ദ കമ്മിങ് ഓഫ് ദ ലോഡ്. അതിന് ഏറ്റവും അനുയോജ്യമായ ഒരു സുവിശേഷ വേദഭാഗമാണ് സഭ ഇന്ന് നമുക്ക് ചിന്തിക്കാൻ നൽകിയിരിക്കുന്നത്. നമുക്ക് ഏറ്റവും സുപരിചിതമായ ഒരു ഉപമ, 10 കന്യകമാരുടെ ഉപമ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ഈ വാക്യങ്ങൾ ക്രിസ്തുവിൻ്റെ വരവ് കാത്തിരിക്കുന്ന ഒരു ജനത്തെയും അവരുടെ ജീവിതം എങ്ങനെയാണ് ഷാർപ്പാക്കേണ്ടത് എന്നുള്ള ഒരു സത്യസന്ധമായ വിവരണം നൽകുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഉപമ. ഇന്നത്തെ വചനധ്യാനം നമുക്കെല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ. ഈ ഉപമയിൽ നാം പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ഇതിൻ്റെ 3 ഘട്ടങ്ങളായി നമുക്കിത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ഈ സുവിശേഷം നടന്ന കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ദ ടൈം ഓഫ് ദ ഗോസ്പൽ, യേശുവിൻ്റെ കാലഘട്ടം. 2, ഈ സുവിശേഷം എഴുതിയ കാലഘട്ടത്തെയും നമ്മൾ പരിചയപ്പെടണം. ദ റിട്ടൺ ടൈം ഓഫ് ദ ഗോസ്പൽ. 3-ാമത്തേത്, ഈ സുവിശേഷം വായിച്ച് കേൾക്കുന്ന ഈ സമയം, പ്രസൻറ്റ് ടൈം, ഡ്യൂറിങ് ദിസ് ടൈം ഓഫ് റീഡിങ് ദ ഗോസ്പൽ. അപ്പോൾ സുവിശേഷം നടന്ന ഒരു കാലഘട്ടമുണ്ട്, സുവിശേഷം എഴുതിയ ഒരു കാലഘട്ടമുണ്ട്, ഈ സുവിശേഷം വായിച്ച് കേൾക്കുന്ന ഈ കാലഘട്ടം. ഈ 3 കാലഘട്ടങ്ങളെയും ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട്, പശ്ചാത്തലം ഒരുപോലെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആദ്യത്തെ ഘട്ടത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. സുവിശേഷം നടന്ന കാലഘട്ടം. മത്തായി സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ പറയുന്നു, ഈ സംഭവം നടക്കുന്നത്, യേശു ഈ ഉപമ പറയുന്നത് ഒലിവുമലയിൽ വെച്ചാണ്. എപ്പോഴാണ് യേശു ഇത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ലാസ്റ്റ് വീക്ക് യേശുവിൻ്റെ ക്രൂശീകരണത്തിൻ്റെയും അറസ്റ്റിൻ്റെയും അവസാന ആഴ്ചകളിലാണ് ഒലിവുമലയിൽ വെച്ചുള്ള യേശുവിൻ്റെ സംഭാഷണം. യേശുവിൻ്റെ ഓഡിയൻസ് ആരെന്ന് ചോദിച്ചാൽ ആരോടാ പറയുന്നത്? യേശു തൻ്റെ ശിഷ്യന്മാരോടാ പറയുന്നത്. ഞാൻ പറയും, അതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ടെൻഷൻ നിറഞ്ഞൊരു സമയം. കാരണം ഇനി ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ ശിഷ്യന്മാർ നാഥനില്ലാതായി മാറുകയാണ്. യേശു പീഠാനുഭവത്തിലേക്ക് പോവുകയാണ്. ടെൻഷൻ, പെയിൻഫുൾ. പശ്ചാത്തലം അതാണ്. ആ സമയത്താണ് 10 കന്യകമാരുടെ ഉപമ പറഞ്ഞ് യേശു അവരുടെ ജീവിതത്തെ ഒന്ന് ഷാർപ്പാക്കാൻ ശ്രമിക്കുന്നത്. ഇനി 2-ാമത്, സുവിശേഷം എഴുതിയ കാലഘട്ടം നോക്കാം. ഭൂരിഭാഗം ദൈവശാസ്ത്രജ്ഞന്മാരും പറയുന്നത് സുവിശേഷം എഴുതിയത് AD 80-നും 90-നും ഇടയിലെന്നാണ്. നമുക്കറിയാം, AD 70 എന്ന് പറയുന്നത് യെരുശലേം ദേവാലയം നശിപ്പിക്കപ്പെടുന്നൊരു കാലഘട്ടമാണ്. ചരിത്രം നമ്മളൊന്ന് പഠിച്ചു നോക്കിയാൽ AD 81 മുതൽ AD 96 വരെ ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ പീഡന സമയം. ചുരുക്കി പറഞ്ഞാൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഏറ്റവും കൂടുതൽ വേദന അനുഭവിച്ച ഒരു കാലഘട്ടത്തിലായിരുന്നു മത്തായി സുവിശേഷം രചിക്കുന്നത്. സ്നേഹിതരെ, ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി 2 തരത്തിൽ പീഡനങ്ങൾ അനുഭവിച്ചിരുന്നു. ഒന്ന്, ജൂയിഷ് പീപ്പിളിൻ്റെ കയ്യിൽ നിന്ന്. 2, റോമൻ സാമ്രാജ്യത്തിൻ്റെ കയ്യിൽ നിന്ന്. അപ്പോഴും ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി നടത്തിയാൽ
പശ്ചാത്തലം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ടെൻഷനും പെയിൻഫുള്ളുമായ ഒരു സാഹചര്യത്തിലായിരുന്നു മത്തായി സുവിശേഷത്തിൻ്റെ രചന. യേശു ഈ 10 കൽപ്പന പറയുന്ന സാഹചര്യം എഴുതപ്പെടുന്നതും പെയിൻഫുള്ളും ടെൻഷനുമായൊരു കാലഘട്ടം. ഈ കാലഘട്ടത്തെക്കുറിച്ച് ഞാൻ അധികം പറയേണ്ടല്ലോ. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണെന്ന് നാം ഒന്ന് പ്രാർത്ഥനയോടുകൂടെ പരിശോധിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അത് നമ്മുടെ ചിന്തകൾക്ക് വേണ്ടി ഞാൻ വിടുകയാണ്. ഞാനിങ്ങനെ പറയാൻ ആഗ്രഹിക്കുകയാണ്, 3 കാലഘട്ടവും പരിശോധിക്കുമ്പോൾ 3 കാലഘട്ടവും ഒരുപോലെയാണ്. കാരണം ടെൻഷനുണ്ട്, പെയിൻഫുള്ളാണ്, വേദന നിറഞ്ഞൊരു കാലഘട്ടം. എനിക്കിങ്ങനെ തോന്നുകയാണ്, ഈ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് അത് പെയിൻഫുൾ തന്നെയാണ്. മിഷണറിമാരുടെ ചരിത്രം എടുത്ത് നോക്കിയാലും സഭാപിതാക്കന്മാരുടെ ചരിത്രങ്ങളെടുത്ത് നോക്കിയാലും ക്രിസ്ത്യാനിറ്റി ഈസ് എ പെയിൻഫുൾ എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. ടെൻഷൻ, അതിൻ്റെ നടുവിൽ എനിക്കെൻ്റെ ജീവിതത്തെ എങ്ങനെ ഷാർപ്പ് ചെയ്യാൻ കഴിയും? ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്ന ഞാനും നിങ്ങളും എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ ഷാർപ്പ് ചെയ്യേണ്ടത്? ഇന്നത്തെ വചനധ്യാനം അതിന് ഏറ്റവും സഹായകമായി തീരട്ടെ. യേശുക്രിസ്തു 10 കന്യകമാരുടെ ഉപമയിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. 10 കന്യകമാരുടെ ഉപമ നമുക്കറിയാം. മത്തായി സുവിശേഷം 25-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. യഹൂദന്മാരുടെ വിവാഹത്തെ 6 ഘട്ടങ്ങളായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്നാമത്തെ ഘട്ടം വിവാഹ നിശ്ചയം. ഞാൻ മനസ്സിലാക്കുന്നത് 12 വയസ്സ് 13 വയസ്സ് ഈ കാലഘട്ടത്തിൽ ഒരു പെൺകുട്ടിക്ക് വിവാഹ നിശ്ചയം നടക്കും. അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ അമ്മ കന്യക എന്ന് പറയുന്ന ആ കാലഘട്ടം 12-നും 13-നും ഇടയിലുള്ള കാലഘട്ടമെന്നാണ് വേദശാസ്ത്ര പണ്ഡിതന്മാരുടെ കണക്ക്. അപ്പോൾ ഒന്നാമത്തെ ഘട്ടം അതാണ്, വിവാഹ നിശ്ചയം. പുരുഷൻ്റെ ഭവനക്കാർ വന്ന് വധുവിൻ്റെ ഭവനത്തിൽ വെച്ച് വിവാഹ നിശ്ചയം നടത്തും. രണ്ടാമത്തെ ഘട്ടം വധുവിന് വില നിർണ്ണയിക്കും. നമ്മുടെയൊക്കെ നാട്ടിൽ സ്ത്രീധനം കൊടുക്കാറുണ്ട്. എന്നാൽ യേശുവിൻ്റെ കാലഘട്ടത്തിൽ ആ ഒരു സംസ്കാരം എടുത്ത് പഠിക്കുമ്പോൾ പുരുഷൻ സ്ത്രീക്കുള്ള തുക സ്ത്രീയുടെ പിതാവിൻ്റെ കയ്യിൽ കൊടുക്കണം. അത് രണ്ടാമത്തെ ഘട്ടം. ഒരു ജൂയിഷ് ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയാണ്. മൂന്നാമത്തെ ഘട്ടം ഒരു മാരേജ് കോൺട്രാക്റ്റ്. വരൻ എങ്ങനെ വധുവിനെ സംരക്ഷിക്കും, ഇതാണ് അതിൻ്റെ മുഖ്യ പ്രമേയം. വധുവിനാണ് പ്രാധാന്യം. അതടിസ്ഥാനമാക്കിയുള്ള ഒരു കോൺട്രാക്റ്റ് അവർ രേഖപ്പെടുത്തുന്നതാണ് മൂന്നാമത്തെ ഘട്ടം. 4 സെപ്പറേഷൻ പീരിയഡ്. അവർ തമ്മിൽ വേർപിരിഞ്ഞ് ജീവിക്കും. എനിക്ക് തോന്നുന്നു യേശുക്രിസ്തുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് ഈ 4ാമത്തെ ഘട്ടത്തിലായിരുന്നു മറിയവും യോസേഫും. ഈ വേർപിരിഞ്ഞ് ജീവിക്കുന്ന കാലഘട്ടത്തിന് ശേഷം 5ാമത്തെ ഘട്ടം വരികയാണ്, വെഡ്ഡിങ് പ്രൊസഷൻ. അതാണ് ഈ കന്യകമാരുടെ ഉപമയുടെ പശ്ചാത്തലം. ഒരു ഘോഷയാത്ര. ആ ഘോഷയാത്രയിലാണ് 10 കന്യകമാർ പങ്കെടുക്കുന്നതായി യേശു നമ്മെ പഠിപ്പിക്കുന്നത്. 5ാമത്തെ ഘട്ടമാണ്. 6ാമത്തെ ഘട്ടം ഒരു വലിയ വിരുന്ന്, വെഡ്ഡിങ് ഫീസ്റ്റ്. അങ്ങനെ ഈ 6 ഘട്ടങ്ങളിലൂടെയാണ് ഒരു യഹൂദ സംസ്കാരത്തിൻ്റെ വിവാഹം നടക്കുന്നതെന്ന് ചരിത്രങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അതിൽ ഈ 5ാമത്തെ ഘട്ടത്തിലാണ് യേശു പറയുന്ന ഈ ഉപമയുടെ പശ്ചാത്തലം ഉണ്ടാകുന്നത്. സെപ്പറേഷൻ പീരീഡ് കഴിഞ്ഞിട്ട് വരനെ സ്വീകരിച്ചുകൊണ്ട് വധുവിൻ്റെ അടുത്ത് വരുന്ന, അല്ലെങ്കിൽ വിരുന്നിൽ പങ്കെടുക്കാൻ വരുന്ന അതിശക്തമായ 5ാമത്തെ ഘട്ടം. 10 കന്യകമാർ. ഇങ്ങനെ ഈ 10 കന്യകമാരെന്ന് പറയുമ്പോൾ അത് ആരെങ്കിലുമൊക്കെ അല്ല. അവരെ സെലക്ട് ചെയ്യുന്നത് 4 മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഒന്നാമത്തെ മാനദണ്ഡം അൺമാരീഡ് വുമൺ. അവൾ വിവാഹം കഴിക്കാത്തവളായിരിക്കണം. അതാണ് ഏറ്റവും പ്രധാനം. രണ്ടാമത്തേത് റിലേറ്റഡ് ബ്രൈഡ് ആൻഡ് ഗ്രൂം. ഒന്നുകിൽ വധുവിൻ്റെ ഭവനക്കാരായിട്ടോ അല്ലെങ്കിൽ വരൻ്റെ ഭവനക്കാരായിട്ടോ ഒരു ബന്ധം ഉണ്ടാകണം. 3 ഉത്തരവാദിത്തം ഭംഗിയായി ചെയ്യാൻ മികവുള്ളവളാകണം. അങ്ങനെയുള്ളൊരു വ്യക്തിയെ മാത്രമേ
നിർബന്ധമായിട്ടും ഈ ഒരു പ്രക്രിയയിൽ വെഡ്ഡിങ് പ്രൊസഷനിൽ 10 കന്യകമാർ ആ ഒരു പട്ടികയിൽ ഉൾപ്പെടുത്തത്തുള്ളൂ. ഏറ്റവും പ്രധാനം സ്റ്റേ വിജിലൻറ്റ് ഫോർ ഹിസ് റിട്ടേൺ. മണവാളൻ തിരിച്ചു വരുമ്പോൾ ആ വരവ് കാത്തിരിക്കാൻ വിജിലൻ്റ് ആയവളായിരിക്കണം. സ്നേഹിതരെ, അപ്പോൾ ഈ യോഗ്യതകളുടെ അടിസ്ഥാനത്തിലാണ് വിവാഹത്തിൻ്റെ 5ാമത്തെ ഘട്ടമായ വെഡ്ഡിങ് പ്രൊസഷൻ നടക്കുന്നത്. ഈ വെഡ്ഡിങ് പ്രൊസഷൻ എന്ന് പറയുന്ന ഈ ഉപമ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത് ദ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഈസ് സെലക്റ്റഡ് ആൻഡ് എലക്റ്റഡ് പീപ്പിൾ. ക്രിസ്ത്യാനികളെന്ന് പറയുന്നത് സെലക്ട് ചെയ്യപ്പെട്ടവരാണ്, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രാപിച്ചവരാണ്. അപ്പോൾ ഒരു ചോദ്യം ശക്തമാണ്, മറ്റാരും സ്വർഗത്തിൽ പോകത്തില്ലേ? ക്രിസ്തു ഒരുക്കുന്ന വിരുന്നിൽ പങ്കെടുക്കാൻ കഴിയത്തില്ലേ? നിസ്സംശയം പറയട്ടെ, അതിന് വചനം തന്നെ പറയുന്നു, ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത മറ്റ് ചില ആടുകളും എനിക്കുണ്ട്. അപ്പോൾ ആ ഒരു വിഷയം നമുക്കവിടെ പരിഹരിക്കപ്പെടുന്നുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കേണ്ടത്, ഞാനൊരു ക്രിസ്ത്യാനിയാണെങ്കിൽ ഞാൻ ക്രിസ്തുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട, ക്രിസ്തുവിനാൽ സെലക്ട് ചെയ്യപ്പെട്ട വ്യക്തികളാണെന്ന് പ്രാർത്ഥനയോടെ മനസ്സിലാക്കണം. മനസ്സിലാക്കിയിട്ട് പ്രാർത്ഥനാപൂർവം അവൻ്റെ വരവിന് വേണ്ടി ഞാൻ കാത്തിരിക്കണം. എങ്ങനെയെന്ന് ചോദിച്ചാൽ, കന്യകമാർ വിജിലൻ്റായി കാത്തിരുന്നത് പോലെ ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഞാനും നിങ്ങളും കാത്തിരിക്കേണ്ട ഉത്തരവാദിത്തം ഈ ഉപമ നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രയർഫുൾ ലൈഫ്, പ്രാർത്ഥനാപൂർവമായ കാത്തിരിപ്പ്. എന്താണ് പ്രാർത്ഥന? വാട്ട് ഈസ് പ്രയർ? എങ്ങനെ നമുക്ക് പ്രാർത്ഥനാപൂർവം കാത്തിരിക്കാൻ കഴിയും? 3 ചിന്തകൾ വളരെ വേഗത്തിൽ പറഞ്ഞ് ഇന്നത്തെ വചന ധ്യാനത്തിന് വിരാമം കുറിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 1ാമത്തെ ചിന്ത, പ്രയർ ഈസ് നോയിങ് അവർ ലിമിറ്റേഷൻ. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു മുറി അടച്ച് അധരങ്ങളെ തുറന്ന് ഉറക്കയും മൗനമായും ഒരു മെഡിറ്റേഷൻ മാത്രമല്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് എൻ്റെ കുറവുകളെ ഞാൻ മനസ്സിലാക്കുന്നതാണ് പ്രാർത്ഥന. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം, കീപ് awake therefore, for you know neither the day nor the hour. നാളും നാഴികയും അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പിൻ. നമുക്കറിയത്തില്ല, നമുക്കറിഞ്ഞുകൂടാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. 10 കന്യകമാരുടെ ഉപമയിൽ ക്രിസ്തു സെലക്ട് ചെയ്യുന്ന ആ കന്യകമാരെന്ന് പറയുന്നത് അവർക്ക് മണവാളൻ്റെ വരവറിയത്തില്ല എന്ന് സ്വയം മനസ്സിലാക്കാൻ കഴിഞ്ഞ വ്യക്തികളാണ്. വരവ് അറിയാമായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർ മറ്റുള്ളവരെ പോലെ എണ്ണ കരുതേണ്ട കാര്യമില്ല. അവർ എണ്ണ കരുതിയത് തന്നെ ഒരു പക്ഷേ ഞങ്ങൾ നിശ്ചയിക്കുന്ന സമയത്ത് അത് നടന്നില്ലെങ്കിലോ? പ്രിയപ്പെട്ടവരെ, നമുക്കുമുണ്ട് ധാരാളം അറിയാത്ത കാര്യങ്ങൾ. ഇന്ന് ക്രൈസ്തവ ലോകത്ത് വെളിപ്പെടുന്ന ഏറ്റവും വലിയ രോഗമാണ് ആത്മീയ അഹന്ത. ഞാനാണ് ശരി, എൻ്റെ ചിന്തകളാണ് ശരി, ഞാൻ പറയുന്നത് മാത്രം കേട്ടാൽ മതി, മറ്റാർക്കും ഇവിടെ ഒരു സ്ഥാനവുമില്ല, ഞാനില്ലെങ്കിൽ കാര്യങ്ങളൊന്നും നടക്കണ്ട, ഞാനും ദൈവവുമായിട്ടാണ് ബന്ധം, ഞാൻ കാരണമാണ് ഈ സഭ നിൽക്കുന്നത്, ഞാൻ കാരണമാണ് ഈ ദൈവം പോലെ നിൽക്കുന്നതെന്നുള്ള ആത്മീയ അഹന്തയാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പ്രാർത്ഥനാപൂർവം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ പരിധികളെയും പരിമിതികളെയും കുറിച്ചുള്ള വ്യക്തമായൊരു ധാരണ എനിക്കുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തെ ഷാർപ്പ് ചെയ്യാൻ എനിക്ക് കഴിയും. ഈ എല്ലാം തികഞ്ഞവനാണ് എന്നുള്ള ചിന്താഗതിയാണ് എനിക്കെങ്കിൽ, സ്നേഹിത, എൻ്റെ ജീവിതത്തെ ഷാർപ്പ് ചെയ്യാൻ എനിക്ക് കഴിയുമോ? ഒരിക്കലും കഴിയത്തില്ല. എൻ്റെ ജീവിതത്തിലെ കുറവുകൾ, അങ്ങനെയെങ്കിൽ നമ്മുടെ ആരാധനകൾ അങ്ങനെയുള്ള ആരാധനകളായി തീരട്ടെ. ഒരാരാധന കഴിയുമ്പോൾ ധാരാളം പേരുടെ കുഴപ്പങ്ങൾ കണ്ടുപിടിക്കുന്നവരാണ് നമ്മൾ. ധാരാളം പേരുടെ സ്വയം ഞാൻ ഇന്നതാണെന്ന് പറയാൻ എനിക്ക് കഴിയുമോ? പരീശനും ചുങ്കക്കാരനും നമ്മുടെ മുൻപിൽ ഒരു മാതൃകയായി നിൽക്കുകയാണ്. ഞാനാണ് കുഴപ്പം,
എൻ്റെ ചിന്തകളാണ് കുഴപ്പം. അപ്പോൾ എന്താണ് പ്രാർത്ഥനാപൂർവമായ കാത്തിരിപ്പെന്ന് ചോദിച്ചാൽ, ഞാൻ എൻ്റെ പരിധികളെയും പരിമിതികളെയും മനസ്സിലാക്കുന്നതാണ് വെയിറ്റിംഗ് ഫോർ പ്രയർഫുൾ ലൈഫ്, പ്രാർത്ഥനാപൂർവമായ കാത്തിരിപ്പുള്ള ജീവിതമെന്ന് നിസ്സംശയം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ ചിന്ത ഞാനവിടെ ചുരുക്കട്ടെ, പ്രയർ ഈസ് നോയിങ് അവർ ലിമിറ്റേഷൻ. രണ്ടാമത്തേത്, പ്രയർ ഈസ് സ്റ്റേയിങ് എവേക്ക്, ഉണർന്നിരിക്കുന്നതാണ് പ്രാർത്ഥന. ഒന്ന്, എൻ്റെ പരിധികളെ മനസ്സിലാക്കുക. രണ്ട്, ഉണർന്നിരിക്കുക. തെറ്റിദ്ധരിക്കരുത്. ജീവിതകാലം മുഴുവനും ഉണർന്നിരിക്കാൻ പറ്റുമോ? ഉറക്കമില്ലാതിരിക്കാൻ പറ്റുമോ? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി. ഈ ഉപമയിൽ 10 കന്യകമാരിൽ വിഡ്ഢികളായവരുണ്ട്, ജ്ഞാനികളുണ്ട്. പക്ഷേ ഈ 10 പേരും ടയേർഡായി, അവർ ഉറങ്ങി. പക്ഷേ ഉറങ്ങിയെങ്കിലും 5 പേർ അവരെ ഏൽപ്പിച്ച ദൗത്യത്തിൽ വിശ്വസ്തരായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ ചിന്ത എന്താണ് പ്രാർത്ഥനയെന്ന് ചോദിച്ചാൽ, പ്രയർഫുൾ ലൈഫ് എന്ന് ചോദിച്ചാൽ, എൻ്റെ ജീവിതത്തിൽ ഞാൻ വിശ്വസ്തനായിരിക്കുന്നതാണ് പ്രയർഫുൾ ലൈഫ്. ഈ വിശ്വസ്തത എന്ന് പറയുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. നമ്മൾ ദൈവസന്നിധിയിൽ വിശ്വസ്തരായിരിക്കുമ്പോൾ മനുഷ്യൻ നമ്മെ പരിഹസിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ ദൈവസന്നിധിയിൽ വിശ്വസ്തനായിരിക്കുമ്പോൾ മനുഷ്യൻ നമ്മെ കുറ്റം പറയാനും സാധ്യതയുണ്ട്. 10 പേർ ഒരുമിച്ച് വിളക്കുകൾ എടുക്കുക. അതിൽ 5 പേർ എണ്ണയും കൂടെ എടുത്തു. ഒരു പക്ഷേ 5 പേർ മാറി നിന്ന് ചോദിച്ചിരിക്കാം, എന്നാത്തിനാണ് എടുക്കുന്ന എണ്ണ? മാക്സിമം പോയാൽ ഇത്ര സമയം നമ്മുടെ കയ്യിലിരിക്കുന്ന എണ്ണ തികയത്തില്ലേ, നീ എന്തിനാ വിഡ്ഢിയാകുന്നേ? കളിയാക്കിയിരിക്കാം, കുറ്റപ്പെടുത്തിയിരിക്കാം, നിരാശപ്പെടുത്തിയിരിക്കാം. പക്ഷെ വിശ്വസ്തനായിരുന്നു എന്നുള്ളതാണ്. കാരണം നാളും നാഴികയും അറിയത്തില്ല എന്നുള്ള ബോധ്യം ആ ഒരു കർമ്മത്തിൽ അവരെ വിശ്വസ്തരാക്കി. ഉണർന്നിരിക്കുന്നതാണ് പ്രാർത്ഥന. ഉറക്കെ വിളിച്ച് ഒരു ആരാധന കൊണ്ടാടുന്നതിലല്ല അർത്ഥം. എൻ്റെ പരിമിതികളെ മനസ്സിലാക്കി എൻ്റെ ജീവിതത്തെ ഞാൻ ഷാർപ്പ് ചെയ്യണം. 2, എൻ്റെ വിശ്വസ്തത ദൈവം അറിയുന്നു. മനുഷ്യൻ്റെ മുൻപിൽ എന്നെ കുറ്റക്കാരനായി കണ്ടാലും, മനുഷ്യൻ്റെ മുൻപിൽ എന്നെ കളിയാക്കിയാലും, എൻ്റെ വിശ്വസ്തത കാണുന്നൊരു ദൈവമുണ്ട്. ആ ബോധ്യമാണ് പ്രാർത്ഥന. 3, പ്രയർ ഈസ് ദ വിസ്ഡം ലൈഫ്. പ്രാർത്ഥന എന്ന് പറയുന്നത് വളരെ ശ്രദ്ധേയമാണ്, ജ്ഞാനമുള്ള ഒരു ജീവിതമാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ജ്ഞാനിയായി ജീവിക്കാനാണ് ദൈവം എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത്. 2-ാം വാക്യം നോക്കിയാൽ 5 പേർ വിഡ്ഢികളായിരുന്നു, ഫോളിഷ് വുമൺ. 5 പേർ വൈസ് വുമൺ, ജ്ഞാനികളുമായിരുന്നു. നമുക്കറിയാം 10 പേരെയും സെലക്ട് ചെയ്തത് ദൈവമാണ്. ഞാനതിൻ്റെ യോഗ്യതയൊക്കെ പറഞ്ഞു. 10 പേരെയും സെലക്ട് ചെയ്തപ്പോൾ 10 പേരും ഒരുപോലെ. മാത്രമല്ല, അവർ ഉറങ്ങി, അവർ ടയേർഡായിരുന്നു, ഇതെല്ലാം ഒരുപോലെയാണ്. പക്ഷേ എങ്ങനെയാണ് അവർ അവരുടെ ജ്ഞാനം പ്രകടിപ്പിച്ചതെന്ന് ചോദിച്ചാൽ, 1, 3, 4 വാക്യം. മത്തായി സുവിശേഷം 25-ാം അധ്യായം 3, 4 വാക്യം. പ്രിപ്പറേഷൻ ടൈം. കുറച്ച് പേര് വിളക്കും എണ്ണയും എടുത്തപ്പോൾ കുറച്ച് പേര് വിളക്കും അതിലുള്ള എണ്ണയും കരുതി. പ്രിപ്പറേഷൻ ടൈമിൽ ബുദ്ധിപരമായി നമുക്ക് ജീവിക്കാൻ കഴിയണം. നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും ഒരു പ്രിപ്പറേഷൻ ടൈമുണ്ട്. ഞാൻ ഈ പ്രസംഗം തയ്യാറാക്കാൻ എനിക്കൊരു പ്രിപ്പറേഷൻ ടൈമുണ്ട്. അപ്പോൾ ഈ പ്രിപ്പറേഷൻ ടൈം പരമാവധി എത്രത്തോളം വിശ്വസ്തയോടുകൂടെ നിൽക്കാൻ കഴിയുമോ അങ്ങനെ നിൽക്കുന്നവനാണ് ജ്ഞാനി. അവിടെ അലസനായിരിക്കാം, ചില നിഗമനങ്ങളുടെ മധ്യത്തിലായിരിക്കാം. പ്രിപ്പറേഷൻ ടൈമിൽ വിശ്വസ്തത കാണിച്ചു, അതാണ് ജ്ഞാനം. മറ്റൊന്ന്, മണവാളൻ്റെ വരവുണ്ടാകുമ്പോൾ മറ്റുള്ളവർ പോയി ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം വളരെ ശ്രദ്ധേയമാണ്. 9-ാം വാക്യം, ഞങ്ങൾക്ക് തരുമോ? എണ്ണ ഞങ്ങൾക്ക് തരുമോ? 9-ാം വാക്യം നോക്ക്. നിങ്ങൾക്ക് തന്നാൽ ഞങ്ങൾക്കും കൂടെ തികയാതെ വരും, അതുകൊണ്ട് നിങ്ങൾ പോയി വാങ്ങും. ഇൻ്റലിജൻ്റ് ലൈഫ്.
ബുദ്ധിപരമായിട്ട് ജീവിക്കാൻ കഴിയണം. മത്തായി സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിൽ യേശു പഠിപ്പിക്കുന്ന ഈ ഒരു വാക്യം നമ്മുടെ ഹൃദയത്തിലുണ്ടാകട്ടെ. പാമ്പിനെ പോലെ ബുദ്ധിയും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരുമായിരിക്കണം. ഇതൊരു ജൂയിഷ് പഴഞ്ചൊല്ലാണ്. അതിൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായിരിക്കണം, ഇതാണ് ജൂയിഷ് പഴഞ്ചൊല്ല്. എങ്ങനെയാണ് ഈ പഴഞ്ചൊല്ലിൻ്റെ ഉത്ഭവം എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായമാണ്. സാത്താൻ പാമ്പിൻ്റെ വേഷത്തിൽ വന്ന് സ്ത്രീയെ കബളിപ്പിക്കുന്നു. അതാണ് പാമ്പിൻ്റെ ബുദ്ധി. അപ്പോൾ ഈ പാമ്പിൻ്റെ ബുദ്ധി നിനക്ക് വേണം, എനിക്ക് വേണം എന്ന് ജൂയിഷ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട്. ഞാനിതിൽ ഏറ്റവും അത്ഭുതപ്പെടുന്നത് യേശുവും പിശാചിനെ പ്രശംസിക്കുക. അങ്ങോട്ട് നോക്ക് അവൻ്റെ ബുദ്ധി. പ്രിയപ്പെട്ടവരെ, നമ്മെ എതിർക്കുന്നവരിൽ നിന്ന്, നമ്മെ തകർക്കാൻ ശ്രമിക്കുന്നവരിൽ നിന്ന്, നമ്മെ മാറ്റി നിർത്തുന്നവരിൽ നിന്ന് നമുക്കൊത്തിരി പഠിക്കാനുണ്ട് കേട്ടോ. യേശു പിശാചിനെ പ്രശംസിച്ചെങ്കിൽ അങ്ങനെയെങ്കിൽ എനിക്കെന്തുകൊണ്ട് എന്നെ എതിർക്കുന്നവരെ, എന്നെ നശിപ്പിക്കുന്നവരെ എനിക്ക് പ്രശംസിച്ചുകൂടാ? അവരിൽ നിന്ന് ഒത്തിരി പഠിക്കാനുണ്ട്. പക്ഷേ യേശു ഒന്നുകൂടെ കൂട്ടിച്ചേർത്തു, പാമ്പിനെ പോലെ ബുദ്ധി. അത് മാത്രമാണ് അവർ പറഞ്ഞു നടന്നിരുന്നതെങ്കിൽ ഇവിടെ പറയുകയാണ്, നിങ്ങൾക്ക് പ്രാവിനെ പോലെ കളങ്കവും പാടില്ല. ഇത് രണ്ടും വേണം ക്രിസ്ത്യൻ ലൈഫ്. അപ്പോൾ പ്രിപ്പറേഷൻ ടൈമിലെ വിശ്വസ്തത, 2 ഇൻ്റലിജൻ്റ് ലൈഫ്. വിജിലൻ്റ് ആയിരിക്കണം നമ്മൾ. ക്രിസ്ത്യൻ ലൈഫ് അനുസരിച്ച് നിൻ്റെ കയ്യിലുണ്ടെങ്കിൽ കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ അവർ പറയുന്നത് നോക്ക്, ഞങ്ങൾക്ക് നിത്യത വേണം, പക്ഷേ നിനക്ക് ഞങ്ങളിത് തന്നാൽ ഞങ്ങൾക്കും തികയത്തില്ല, മാത്രമല്ല നിങ്ങൾക്കും തികയത്തില്ല. അപ്പോൾ അവരെ പിണക്കുന്നില്ല കേട്ടോ. പിണക്കാതെ കാര്യം പറയാൻ കഴിഞ്ഞു. ഇൻ്റലിജൻ്റ് ലൈഫ്. ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഞാനും നിങ്ങളും കാത്തിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയോടുകൂടെ ഒരു ചോദ്യം. ആ ചോദ്യത്തിന് നമ്മൾ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കണം. ക്രിസ്തുവിൻ്റെ വരവ് എൻ്റെ ജീവിതത്തെ ഷെയ്പ്പാക്കിയിട്ടുണ്ടോ? ക്രിസ്തു ഇന്ന് വരുമോ, നാളെ വരുമോ, അടുത്ത വർഷം വരുമോ, അടുത്ത നൂറ്റാണ്ടിൽ വരുമോ, ഇതൊന്നും എൻ്റെ സബ്ജക്റ്റല്ല. അവൻ്റെ വരവിൻ്റെ നാളിൽ അവൻ വരും. പക്ഷെ എൻ്റെ ജീവിതത്തെ ഷാർപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എൻ്റെ റൈറ്റ് പറയുകയാണ്, ഇതൊരു വർത്തമാനകാല യാഥാർത്ഥ്യമാണ്. എൻ്റെയും നിൻ്റെയും ജീവിതത്തെ ഷാർപ്പ് ചെയ്യേണ്ട ഒരനുഭവമായി ക്രിസ്തുവിൻ്റെ വരവിനെ കാണണം. അതിന് പ്രാർത്ഥനാ ജീവിതം നമ്മെ സഹായിക്കും. എന്താണ് പ്രാർത്ഥനാ ജീവിതം? ഞാൻ എൻ്റെ പരിമിതികളെ മനസ്സിലാക്കുന്നതാണ് പ്രാർത്ഥനാ ജീവിതം. ഞാൻ വിശ്വസ്തയോടുകൂടെ ജീവിക്കുന്നതാണ് പ്രാർത്ഥനാ ജീവിതം. ഞാൻ ജ്ഞാനത്തോടുകൂടെ ജീവിക്കുന്നതാണ് പ്രാർത്ഥനാ ജീവിതം. അതിന് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഒരുക്കട്ടെ. എല്ലാ പ്രാർത്ഥനകളും, എല്ലാ ആശംസകളും ദൈവം നമ്മോട് കൂടെയുണ്ട്. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ചയും ഇതുപോലെ വചന പഠനവുമായി നമുക്ക് ഒരുമിച്ചിരിക്കാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.